സെപ്റ്റംബർ 14, 2015 കോടിക്കണക്കിന് പ്രകാശവർഷങ്ങൾ അകലെ രണ്ട് ബ്ലാക്ക് ഹോൾസ് പരസ്പരം ചുറ്റിയുള്ള അവസാന ഓർബിറ്റ് പൂർത്തിയാക്കി. ഒരു സെക്കൻഡിൻ്റെ ചെറിയൊരു ഭാഗം പോലും വേണ്ടി വന്നില്ല. അവ രണ്ടും ചേർന്നൊരു പുതിയ ബ്ലാക്ക് ഹോളായി. അതോടൊപ്പം ഏകദേശം 3 സോളാർ മാസിന് തുല്യമായ എനർജി ഗ്രാവിറ്റേഷണൽ വേവ്സായി പുറത്തേക്ക് പാഞ്ഞു. ആ സിഗ്നൽ മുഴുവൻ ഐൻസ്റ്റൈൻ്റെ ജനറൽ റിലേറ്റിവിറ്റി പ്രവചിച്ചതിനോട് അതിശയകരമായ കൃത്യതയിൽ പൊരുത്തപ്പെട്ടു. പക്ഷേ അപ്പോഴും വളരെ അടിസ്ഥാനപരമായ ഒരു ചോദ്യം അവശേഷിച്ചു. രണ്ട് പന്തുകൾ കൂട്ടിയിടിക്കുമ്പോൾ എന്താണ് തമ്മിൽ ഇടിക്കുന്നതെന്ന് നമുക്കറിയാം. ദ്രാവകമോ വാതകമോ കണികകളോ തമ്മിൽ ചേരുമ്പോഴും അവിടെ എന്താണ് പരസ്പരം ഇൻ്ററാക്ഷൻ നടത്തുന്നതെന്ന് നമുക്ക് സങ്കല്പിക്കാം. പക്ഷേ ബ്ലാക്ക് ഹോൾസ് മെർജ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് കൂട്ടിയിടിക്കുന്നത്? വാട്ട് ആക്ച്വലി കൊളൈഡ്സ് വെൻ ബ്ലാക്ക് ഹോൾസ് മെർജ്? വെൽക്കം, ഇറ്റ്സ് ഇൻഫോടൈം. ഗ്രഹങ്ങളോ നക്ഷത്രങ്ങളോ തമ്മിലുള്ള കൊളീഷൻസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം. അവയിലുള്ള പദാർത്ഥങ്ങൾ തമ്മിലാണ് അവിടെ നേരിട്ടിരിക്കുന്നത്. ഇനി എത്ര സാന്ദ്രത കൂടിയതാണെങ്കിലും ഒരു ന്യൂട്രോൺ സ്റ്റാറിനും ഒരു ഫിസിക്കൽ ബോഡിയുണ്ട്. കൊളീഷന് ശേഷം അതിലെ പദാർത്ഥങ്ങളുടെ ഘടന മാറിയേക്കാം, എങ്കിലും അതൊരു ഫിസിക്കൽ കൊളീഷൻ തന്നെയാണ്. ബ്ലാക്ക് ഹോളുകൾ കൂട്ടിയിടിക്കുമ്പോഴും ഇതുതന്നെയാണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ കരുതും. ഒട്ടുമിക്ക ചിത്രങ്ങളിലും ബ്ലാക്ക് ഹോൾ കാണപ്പെടുന്നത് കറുത്ത നിറത്തിലുള്ള ഒരു ഗോളമായാണ്. ഇവ പരസ്പരം അടുത്ത് വന്ന് കൂട്ടിയിടിക്കുന്നത് നമുക്ക് സങ്കല്പിക്കാൻ എളുപ്പമാണ്. എന്നാൽ ഈ ചിത്രങ്ങൾ അറിയാതെ ഒരു തെറ്റിദ്ധാരണയുണ്ടാക്കുന്നുണ്ട്. ബ്ലാക്ക് ഹോളിന് തട്ടി നിൽക്കാൻ പാകത്തിലൊരു പ്രതലമുണ്ട് എന്ന് തോന്നൽ. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രതലം അവിടെ ഇല്ല. ചിത്രങ്ങളിൽ കാണുന്ന ആ കറുത്ത അതിർത്തിയെയാണ് നമ്മൾ ഇവന്റ് ഹൊറൈസോൺ എന്ന് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ അതൊരു ഔട്ടർ ഷെല്ലല്ല, സ്പേസ് ടൈമിലെ ഒരു അതിർവരമ്പ് മാത്രമാണ്. ആ അതിർത്തിക്ക് പുറത്താണെങ്കിൽ പ്രകാശത്തിന് പുറത്തേക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന വഴികൾ ഇപ്പോഴും ഉണ്ടാകും. എന്നാൽ ഉള്ളിലേക്ക് കടന്നാൽ പുറത്തേക്ക് നയിക്കുന്ന ഒരു ഫ്യൂച്ചർ പാത്ത് പോലും അവശേഷിക്കില്ല. അതായത് സിഗ്നലുകൾക്ക് പുറം ലോകത്തേക്ക് എത്താൻ കഴിയുമോ ഇല്ലയോ എന്ന് വേർതിരിക്കുന്ന അതിർത്തിയാണ് ഇവന്റ് ഹൊറൈസോൺ. ഭൂമിയുടെ ഉപരിതലം എന്ന് പറയുന്നത് പാറയോ മണ്ണോ അവസാനിക്കുന്ന ഇടമാണല്ലോ. അവിടെ ചെന്ന് ഇടിച്ചാൽ നമുക്കത് കൃത്യമായി മനസ്സിലാകും. എന്നാൽ ഇവന്റ് ഹൊറൈസോൺ മുറിച്ച് കടക്കുമ്പോൾ നമ്മൾ യാതൊന്നിലും ചെന്ന് ഇടിക്കില്ല. ഇതിന് പ്രധാന കാരണം ഐൻസ്റ്റൈൻ അവതരിപ്പിച്ച ഈക്വലൻസ് പ്രിൻസിപ്പിളാണ്. സ്വതന്ത്രമായി താഴേക്ക് വീഴുന്ന ഒരാളും അയാളോടൊപ്പമുള്ള വസ്തുക്കളും ഒരേ രീതിയിൽ വീഴുമ്പോൾ ഒരു ചെറിയ പ്രദേശത്തിനുള്ളിൽ അയാൾക്ക് സ്വന്തം ഭാരം അനുഭവപ്പെടില്ല. ഇവന്റ് ഹൊറൈസോൺ മുറിച്ച് കിടക്കുന്ന ഫ്രീലി ഫാളിംഗ് ഒബ്സർവറിൻ്റെ കാര്യത്തിലും ഇതേ പ്രിൻസിപ്പിളാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വലിയ, പ്രത്യേകിച്ച് സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിൻ്റെ ഇവന്റ് ഹൊറൈസോൺ ഒരാൾ മുറിച്ച് കടന്നാൽ പോലും പെട്ടെന്നൊരു ആഘാതമോ പൊട്ടിത്തെറിയോ ഉണ്ടാകില്ല. ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും അനുഭവപ്പെടുന്ന ഗ്രാവിറ്റിയിലെ വ്യത്യാസം കാരണം ബ്ലാക്ക് ഹോൾ ആ ശരീരത്തെ വലിച്ചു നീട്ടിയേക്കാം. പ്രത്യേകിച്ച് ചെറിയ ബ്ലാക്ക് ഹോളുകളുടെ അരികിൽ ഇത് കൂടുതലായിരിക്കും. എന്നാൽ കൂട്ടിയിടിക്കാൻ അവിടെ ഒരു ഫിസിക്കൽ ബൗണ്ടറി ഇല്ല. ഭൗതികമായി യാതൊരു ഇമ്പാക്റ്റും അനുഭവപ്പെട്ടില്ലെങ്കിലും ആ അതിർത്തി കടന്നാൽ പിന്നെ ഒരിക്കലും പുറം ലോകത്തേക്ക് മടങ്ങാൻ കഴിയില്ല. അവിടെ സംഭവിക്കുന്ന പ്രധാന മാറ്റം ഒരു മെക്കാനിക്കൽ ഇമ്പാക്റ്റ് അല്ല, പുറം ലോകത്തേക്ക് നയിക്കുന്ന ഫ്യൂച്ചർ പാത്ത്സ് ഇല്ലാതാകുന്ന കാഷ്വൽ സ്ട്രക്ചറിലുള്ള മാറ്റമാണ്. അതൊരു വെറും സാങ്കല്പിക ആശയമല്ല, ജനറൽ റിലേറ്റിവിറ്റി കൃത്യമായി പ്രവചിക്കുന്ന ഒരു ഘടനയാണിത്. 1916 കാൾ ഷ്വാർസ്ചൈൽഡ് റൊട്ടേഷൻ ഇല്ലാത്ത പൂർണ്ണമായും സ്പെറിക്കലായ ഒരു മാസിൻ്റെ പുറത്തുള്ള സ്പേസ് ടൈം എങ്ങനെയായിരിക്കും എന്നതിന് എക്സാക്റ്റ് സൊല്യൂഷൻ കണ്ടെത്തി. ഷ്വാർസ്ചൈൽഡ് സൊല്യൂഷൻ കാണിച്ച പ്രധാന കാര്യം ഇതാണ്: ബ്ലാക്ക് ഹോളിന് പുറത്തുള്ള പ്രദേശത്ത് മാറ്റർ ഒന്നുമില്ലെങ്കിലും അവിടെയുള്ള സ്പേസ് ടൈം വളഞ്ഞ നിലയിൽ തുടരും. അതുകൊണ്ടാണ് സമീപത്തുകൂടി പോകുന്ന വസ്തുക്കൾക്ക് ബ്ലാക്ക് ഹോളിൻ്റെ ഗ്രാവിറ്റി അനുഭവപ്പെടുന്നത്. അതിനൊരു സോളിഡ് സർഫസ് ആവശ്യമില്ല. പക്ഷേ അതുകൊണ്ട് വാക്വം തന്നെയാണ് മാസ് ഉണ്ടാക്കുന്നത് എന്നർത്ഥമില്ല. ആ സ്പേസ് ടൈം ജോമെട്രി നിർണ്ണയിക്കുന്നത് ബ്ലാക്ക് ഹോളിൻ്റെ മാസ് തന്നെയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നക്ഷത്രങ്ങൾ റൊട്ടേറ്റ് ചെയ്യുന്നവയാണല്ലോ. അതുകൊണ്ട് അവ തകർന്നുണ്ടാകുന്ന ബ്ലാക്ക് ഹോളുകൾക്കും റൊട്ടേഷൻ ഉണ്ടാകും. 1963 റോയ്ക്കർ റൊട്ടേറ്റിംഗ് ബ്ലാക്ക് ഹോളിൻ്റെ എക്സ്റ്റീരിയർ സ്പേസ് ടൈമിന് എക്സാക്റ്റ് സൊല്യൂഷൻ കണ്ടെത്തി. റൊട്ടേഷൻ ചുറ്റുമുള്ള സ്പേസ് ടൈമിനെ തന്നെ ഡ്രാഗ് ചെയ്യുകയും നോൺ റൊട്ടേറ്റിംഗ് ബ്ലാക്ക് ഹോളിൽ ഇല്ലാത്ത പുതിയ ജോമെട്രിക്കൽ എഫക്റ്റ് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ റൊട്ടേഷനും ബ്ലാക്ക് ഹോളിനൊരു പുറന്തോടുണ്ടാക്കുന്നില്ല. ക്ലാസിക്കൽ ജനറൽ റിലേറ്റിവിറ്റിയിൽ ബ്ലാക്ക് ഹോൾ റൊട്ടേറ്റ് ചെയ്താലും ഇല്ലെങ്കിലും അതിന് മെറ്റീരിയൽ സോളിഡ് സർഫസ് ഇല്ല. ഇനി വാക്വം എന്ന് പറയുമ്പോൾ അവിടെ ഒന്നും നടക്കുന്നില്ല എന്നും കരുതരുത്. ബ്ലാക്ക് ഹോളിന് പുറത്തുകൂടി പോകുന്ന ഒരു സ്പേസ് ക്രാഫ്റ്റ്, നക്ഷത്രം അല്ലെങ്കിൽ പ്രകാശം എന്തു തന്നെയായാലും ഗ്രാവിറ്റി അവയെ ബാധിക്കും. സ്പേസ് ക്രാഫ്റ്റിൻ്റെ സഞ്ചാര വഴി മാറും. ദൂരെയുള്ള ഒബ്സർവറിനെ അപേക്ഷിച്ച് അതിലെ ക്ലോക്ക് പതുക്കെ ടിക്ക് ചെയ്യുന്നതായി കാണപ്പെടും. പ്രകാശത്തിൻ്റെ ദിശ മാറും. ഇതിനൊന്നും ബ്ലാക്ക് ഹോളിനൊരു ഫിസിക്കൽ സർഫസ് ആവശ്യമില്ല.
കൃത്യമായി പറഞ്ഞാൽ ഇതാണ് ഒരു ന്യൂട്രോൺ സ്റ്റാറിനെയും ബ്ലാക്ക് ഹോളിനെയും തമ്മിൽ വേർതിരിക്കുന്നത്. ക്വാണ്ടം എഫക്ട്സും ന്യൂക്ലിയർ ഇൻട്രാക്ഷനും സൃഷ്ടിക്കുന്ന പ്രഷറാണ് ന്യൂട്രോൺ സ്റ്റാറിനെ കൂടുതൽ കൊളാപ്സ് ചെയ്യാതെ നിലനിർത്തുന്നത്. അതിനൊരു ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഉണ്ട്. മറ്റൊരു വസ്തുവിൻ്റെ അരികിലേക്ക് വരുമ്പോൾ ടൈഡൽ ഫോഴ്സ് കാരണം ന്യൂട്രോൺ സ്റ്റാറിൻ്റെ ആകൃതി മാറും. ഒരു വസ്തു ടൈഡൽ ഫോഴ്സ് കാരണം എത്രത്തോളം രൂപം മാറുമെന്ന് കാണിക്കുന്ന അളവാണ് ടൈഡൽ ലവ് നമ്പർ. എന്നാൽ ജനറൽ റിലേറ്റിവിറ്റി പ്രകാരം ക്ലാസിക്കൽ ബ്ലാക്ക് ഹോളുകളുടെ ടൈഡൽ ലവ് നമ്പർ 0ആണ്. അതേസമയം അടുത്തുള്ള വസ്തുവിൽ നിന്നോ ഗ്രാവിറ്റേഷണൽ വേവ്സിൽ നിന്നോ എനർജിയും ആംഗുലർ മൊമെൻറ്റവും അബ്സോർബ് ചെയ്യാൻ ബ്ലാക്ക് ഹോളുകൾക്ക് കഴിയും. അതായത് ബ്ലാക്ക് ഹോൾ പ്രതികരിക്കാത്ത ഒരു റിജിഡ് ഒബ്ജക്റ്റ് അല്ല, പക്ഷേ ഒരു നക്ഷത്രത്തിന് സംഭവിക്കുന്നത് പോലെ സ്ഥിരമായ മെറ്റീരിയൽ ഡീഫോർമേഷൻ അവിടെ ഉണ്ടാകുന്നില്ല. ഇതുവരെ ലഭിച്ച ഗ്രാവിറ്റേഷണൽ വേവ് സിഗ്നൽസ് ബ്ലാക്ക് ഹോളിന് ഒരു സോളിഡ് സർഫസ് ഉണ്ടെന്ന സൂചന നൽകിയിട്ടില്ല. അവയെ ജനറൽ റിലേറ്റിവിറ്റിയിലെ സാധാരണ ബ്ലാക്ക് ഹോൾ മോഡൽ കൊണ്ട് തന്നെ വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഭൗതികമായൊരു ഉപരിതലം ഇല്ലെന്ന് പറയുമ്പോഴും വളരെ വലിയൊരു ചോദ്യം അവിടെ ബാക്കിയാണ്. ഇവന്റ് ഹൊറൈസോൺ ഒരു ബൗണ്ടറി മാത്രമാണ്. ബ്ലാക്ക് ഹോളിൻ്റെ മാസിൻ്റെ സോഴ്സായി അതിനെ മാത്രം കണക്കാക്കാനാവില്ല. ഒരു നക്ഷത്രത്തെ നിലനിർത്തുന്ന പ്രക്രിയകൾ അവസാനിച്ച് അതിൻ്റെ കോർ കൂടുതൽ കൊളാപ്സ് ചെയ്യുമ്പോൾ ഒരു ഘട്ടത്തിൽ അതിൻ്റെ ഗ്രാവിറ്റി പ്രകാശത്തിന് പോലും പുറത്തേക്ക് രക്ഷപ്പെടാനാകാത്തത്ര ശക്തമാകും. അപ്പോഴാണ് ഇവന്റ് ഹൊറൈസോൺ രൂപപ്പെടുന്നത്. എന്നാൽ നക്ഷത്രം കൊളാപ്സ് ചെയ്തു എന്നതുകൊണ്ട് മാത്രം അതിലെ പദാർത്ഥങ്ങൾ ഇല്ലാതാകുന്നില്ലല്ലോ. ഒരുപക്ഷെ നമ്മൾ പുറമേ കാണുന്ന ആ കറുത്ത ഗോളം ഇവന്റ് ഹൊറൈസോൺ മാത്രമായിരിക്കും. അതിനുള്ളിൽ എവിടെയോ ആ നക്ഷത്രം തകർന്നുണ്ടായ അതിസാന്ദ്രമായ ഒരു ചെറിയ വസ്തു ഇപ്പോഴും ഒളിച്ചിരിപ്പുണ്ടെങ്കിലോ? അങ്ങനെയെങ്കിൽ രണ്ട് ബ്ലാക്ക് ഹോളുകളുടെ ലയനം എന്ന് പറയുന്നത് ഈ അതിർത്തികൾക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന യഥാർത്ഥ പദാർത്ഥങ്ങളുടെ കൂട്ടിയിടി തന്നെയല്ലേ? ഇത് കൃത്യമായി അറിയണമെങ്കിൽ നക്ഷത്രം കൊളാപ്സ് ചെയ്ത് ഈവൻ ഹൊറൈസോൺ രൂപപ്പെട്ടതിന് ശേഷം ആ പദാർത്ഥങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഒരു ബ്ലാക്ക് ഹോൾ രൂപപ്പെടുന്നതിന് മുൻപ് അതൊരു സാധാരണ നക്ഷത്രമായിരുന്നു എന്ന് നമുക്കറിയാം. അതിൽ ആറ്റോമിക് ന്യൂക്ലിയൈ, ഇലക്ട്രോൺസ്, വലിയ തോതിലുള്ള താപോർജ്ജം, ഗുരുത്വാകർഷണോർജ്ജം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നക്ഷത്രത്തിൻ്റെ കോർ ചുരുങ്ങാൻ തുടങ്ങുമ്പോൾ അതിലെ സാന്ദ്രതയും മർദ്ദവും കൂടും. അപ്പോൾ ഈ തകർച്ച തടഞ്ഞു നിർത്താൻ അതിനുള്ളിൽ തന്നെ ചില മാറ്റങ്ങൾ സംഭവിക്കും. ഉദാഹരണത്തിന് ഒരു വൈറ്റ് ഡ്വാർഫിനെ നിലനിർത്തുന്നത് അതിലെ ഇലക്ട്രോൺസ് നൽകുന്ന പ്രഷറാണ്. ഇനി ഒരു ന്യൂട്രോൺ സ്റ്റാർ എടുത്താൽ ന്യൂട്രോൺസും ന്യൂക്ലിയർ ഫോഴ്സും ഒക്കെ ചേർന്നാണ് അതിനെ കൂടുതൽ തകരാതെ നിലനിർത്തുന്നത്. എന്നാൽ ഈ പ്രഷറുകൾക്കൊന്നും ഗ്രാവിറ്റിയെ തടഞ്ഞു നിർത്താൻ കഴിയാതെ വരുമ്പോൾ കൊളാപ്സ് തുടരും. നക്ഷത്രത്തിൻ്റെ കോർ കൂടുതൽ കൊളാപ്സ് ചെയ്യുമ്പോൾ ഒരു ഘട്ടത്തിൽ അതിൻ്റെ ഗ്രാവിറ്റി പ്രകാശത്തിന് പോലും പുറത്തേക്ക് രക്ഷപ്പെടാനാകാത്തത്ര ശക്തമാകും. അപ്പോഴാണ് അവിടെ ഒരു ഇവന്റ് ഹൊറൈസോൺ രൂപപ്പെടുന്നത്. ഇവന്റ് ഹൊറൈസോൺ എന്ന് പറയുന്നത് തട്ടി നിൽക്കാൻ പാകത്തിലുള്ള ഒരു തറയോ മതിലോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ നക്ഷത്രം തകർന്ന് ഈ അതിർത്തിയിൽ എത്തുമ്പോൾ അത് അവിടെ അടിഞ്ഞുകൂടില്ല. അത് വീണ്ടും ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. സത്യത്തിൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നക്ഷത്രത്തിൻ്റെ അവസാന സ്ഥാനം ഈ ഇവന്റ് ഹൊറൈസോൺ അല്ല, പകരം അതിന് പിന്നീട് പുറം ലോകത്തേക്ക് ഒരു സിഗ്നലും അയക്കാൻ കഴിയാത്ത അതിർത്തി മാത്രമാണത്. ഇതിന് കാരണം ഉള്ളിലെ ഗ്രാവിറ്റി കൂടുന്നു എന്നത് മാത്രമല്ല, ഇവന്റ് ഹൊറൈസോണിലുള്ള സ്പേസ് ടൈമിൻ്റെ ഘടന തന്നെ പുറത്തുള്ളതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അവിടെ നക്ഷത്രത്തിനോ പ്രകാശത്തിനോ സഞ്ചരിക്കാൻ കഴിയുന്ന എല്ലാ വഴികളും ബ്ലാക്ക് ഹോളിൻ്റെ കൂടുതൽ ഉള്ളിലേക്ക് മാത്രമായിരിക്കും. പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് മുന്നോട്ടോ പിന്നോട്ടോ ഒക്കെ സഞ്ചരിക്കാൻ തീരുമാനിക്കാം. എന്നാൽ ഇവന്റ് ഹൊറൈസോണിനുള്ളിൽ ഈ ഉള്ളിലേക്കുള്ള പോക്ക് ഭാവിയിലേക്കുള്ള പോക്കിൻ്റെ ഭാഗമായി തീരും. അതുകൊണ്ട് പുറത്തേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു ഫ്യൂച്ചർ പാത്ത് അവിടെയില്ല. ഈക്വലന്റ് പ്രിൻസിപ്പൽ കാരണം ഇവന്റ് ഹൊറൈസോൺ തന്നെ ഒരു വാൾ പോലെ അനുഭവപ്പെടില്ല എന്ന് പറഞ്ഞാലോ? എന്നാൽ ഗ്രാവിറ്റിയിലെ വ്യത്യാസം കാരണം ശരീരത്തെ വലിച്ചു നീട്ടുന്ന ടൈഡൽ ഫോഴ്സസ് അവിടെ ഉണ്ടാകും. പ്രത്യേകിച്ച് ചെറിയ ബ്ലാക്ക് ഹോളുകളുടെ കാര്യത്തിൽ ഇവന്റ് ഹൊറൈസോൺ എത്തുന്നതിന് മുൻപ് തന്നെ ഈ വലിച്ചു നീട്ടൽ കാരണം ഒരുപക്ഷെ നമ്മൾ നശിച്ചു പോയേക്കാം. എന്നാൽ വളരെ വലിയ ഒരു സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോൾ ആണെങ്കിൽ അതിൻ്റെ ഇവന്റ് ഹൊറൈസോൺ വളരെ വലുതായതുകൊണ്ട് ശരീരത്തിൻ്റെ രണ്ടറ്റങ്ങളിലും അനുഭവപ്പെടുന്ന ഗ്രാവിറ്റിയിലെ വ്യത്യാസം തുടക്കത്തിൽ അത്ര ശക്തമായിരിക്കില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവന്റ് ഹൊറൈസോൺ മുറിച്ചു കടക്കുക എന്നതും ടൈഡൽ ഫോഴ്സസ് കാരണം നശിച്ചു പോവുക എന്നതും രണ്ടും വ്യത്യസ്ത കാര്യങ്ങളാണ്. അങ്ങനെ തകർന്നു വീഴുന്ന ആ നക്ഷത്രം ഇവന്റ് ഹൊറൈസോണിൽ ഒരു സോളിഡ് ഒബ്ജക്റ്റായി മാറി നിൽക്കില്ല എന്ന് ജനറൽ റിലേറ്റിവിറ്റി വ്യക്തമാക്കുന്നുണ്ട്. ഇനി ആ ബ്ലാക്ക് ഹോൾ കറങ്ങുന്ന ഒന്നാണെങ്കിൽ അതിൻ്റെ ഉള്ളിലെ ജോമെട്രി ഇതിലും സങ്കീർണമായിരിക്കും. യഥാർത്ഥത്തിലുള്ള ഒരു നക്ഷത്രത്തിൻ്റെ കൊളാപ്സ് ഐഡിയലൈസ്ഡ് മാത്തമാറ്റിക്കൽ മോഡലുകളിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ സങ്കീർണമായിരിക്കും. പക്ഷേ മാറ്റർ ഇവന്റ് ഹൊറൈസോണിൽ നിൽക്കുമെന്നൊരു മെക്കാനിസം ജനറൽ റിലേറ്റിവിറ്റിയിലില്ല. അങ്ങനെയെങ്കിൽ ആ നക്ഷത്രം അതിനുള്ളിൽ എവിടെയോ അതിസാന്ദ്രമായൊരു ചെറിയ ഗോളമായി ഒളിച്ചിരിപ്പുണ്ടാകുമോ? ആദ്യകാലത്തെ പ്രധാന പഠനങ്ങളിൽ പലതും വളരെ ഐഡിയലൈസ്ഡ് ആയിരുന്നു. പ്രത്യേകിച്ച് നക്ഷത്രം പൂർണ്ണമായൊരു ഗോളാകൃതിയിൽ തകരുമ്പോൾ മാത്രമാണോ ഈ സിംഗുലർ ബിഹേവിയർ ഉണ്ടാകുന്നത് എന്ന് സംശയം അന്നുണ്ടായിരുന്നു. എന്നാൽ 1965 റോജർ പെൻറോസ് അവതരിപ്പിച്ച തിയറം ഈ ചിന്തയെ മാറ്റിമറിച്ചു.
നക്ഷത്രം പൂർണ്ണമായൊരു ഗോളാകൃതിയിൽ തന്നെ തകരണമെന്നോ കൊളാപ്സ് എല്ലാ വശത്തു നിന്നും ഒരേപോലെ ആയിരിക്കണമെന്നോ അദ്ദേഹം നിർബന്ധിച്ചില്ല. പകരം ട്രാപ്ഡ് സർഫസ് എന്നൊരാശയത്തിലാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. സാധാരണയായ ഒരു ക്ലോസ്ഡ് സർഫസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പ്രകാശം പറന്നു പോകും. എന്നാൽ ട്രാപ്ഡ് സർഫസ് രൂപപ്പെട്ടാൽ പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന പ്രകാശം പോലും പറന്നു പോകാതെ വീണ്ടും ഉള്ളിലേക്ക് തന്നെ ചുരുങ്ങും. കൊളാപ്സ് ഇനി സാധാരണ രീതിയിൽ തിരിച്ചു പോകാനാകാത്ത ഘട്ടത്തിലെത്തി എന്നതിൻ്റെ സൂചനയാണിത്. ഇങ്ങനെയൊരു ട്രാപ്ഡ് സർഫസ് രൂപപ്പെട്ട് കഴിഞ്ഞാൽ പ്രകാശമോ പദാർത്ഥങ്ങളോ സ്വാഭാവികമായി പിന്തുടരുന്ന ചില വഴികളെ ക്ലാസിക്കൽ സ്പേസ് ടൈമിൽ അനന്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പെൻറോസ് തെളിയിച്ചു. ശാസ്ത്രലോകം ഇതിനെ ജിയോഡസിക് ഇൻകംപ്ലീറ്റ്നെസ് എന്നാണ് വിളിക്കുന്നത്. വേറൊരു ഫോഴ്സ് പ്രയോഗിക്കാത്തപ്പോൾ പ്രകാശമോ പദാർത്ഥങ്ങളോ സ്പേസ് ടൈമിൽ സ്വാഭാവികമായി സഞ്ചരിക്കുന്ന വഴികളെയാണ് ജിയോഡസിക് എന്ന് പറയുന്നത്. സാധാരണയായി ഈ വഴികളെ ഭാവിയിലേക്ക് തുടർന്നു കൊണ്ടുപോകാനാകും. എന്നാൽ ഗ്രാവിറ്റേഷണൽ കൊളാപ്സ് വളരെ അകത്തേക്ക് എത്തിയാൽ പ്രകാശമോ പദാർത്ഥമോ പിന്തുടരുന്ന ചില വഴികളെ ക്ലാസിക്കൽ ജനറൽ റിലേറ്റിവിറ്റി ഉപയോഗിച്ച് പിന്നെയും മുന്നോട്ട് വിശദീകരിക്കാനാവാത്ത ഒരു ഘട്ടമെത്തും. അവിടെ നിന്ന് ശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് ആ തിയറി പറയുന്നില്ല. ഇതാണ് ജിയോഡസിക് ഇൻകംപ്ലീറ്റ്നെസ്. ഇതിൻ്റെ പ്രാധാന്യം വളരെ വലുതായിരുന്നു. സിംഗുലാരിറ്റി എന്ന പ്രശ്നം പെർഫെക്റ്റ് സ്പെറിക്കൽ കൊളാപ്സിൻ്റെ കണക്കുകളിൽ മാത്രം വന്ന ഒരു മാത്തമാറ്റിക്കൽ മിസ്റ്റേക്ക് അല്ലെന്ന് പെൻറോസ് കാണിച്ചു. നക്ഷത്രം അല്പം അസമമായാലും കൊളാപ്സ് എല്ലാ ദിശകളിലും ഒരേപോലെ നടക്കാതിരുന്നാലും ബ്രോഡ് ഫിസിക്കൽ കണ്ടീഷൻസിൽ ക്ലാസിക്കൽ സ്പേസ് ടൈം ഇൻകംപ്ലീറ്റ് ആകുന്ന ഈ അവസ്ഥ ഒഴിവാക്കാനാകില്ല. ജനറൽ റിലേറ്റിവിറ്റി ഈ ഇൻകംപ്ലീറ്റ്നെസ്സിനെയാണ് സിംഗുലാരിറ്റി എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്നാൽ നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് സിംഗുലാരിറ്റി എന്നത് എല്ലാ പദാർത്ഥങ്ങളും അടങ്ങിയിരിക്കുന്ന അതിസൂക്ഷ്മമായ ഒരു പോയിൻ്റ് ആണെന്നാണ്. സത്യത്തിൽ പെൻറോസിൻ്റെ തിയറം അങ്ങനെയൊരു ഫിസിക്കൽ പോയിന്റിനെക്കുറിച്ചോ അവിടെ ഒളിച്ചിരിക്കുന്ന ഒരു ചെറിയ ഗോളത്തെക്കുറിച്ചോ സംസാരിക്കുന്നില്ല. ചില കണക്കുകൂട്ടലുകളിൽ സ്പേസ് ടൈമിൻ്റെ കർവേച്ചർ അനന്തമായി മാറുന്നതായി കാണാം. പക്ഷേ ഫിസിക്സിൽ ഇൻഫിനിറ്റി എന്ന് ഉത്തരം കിട്ടിയാൽ അതിനർത്ഥം അവിടെ യഥാർത്ഥത്തിൽ അനന്തമായ ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റ് ഉണ്ടെന്നല്ല. പകരം ആ പ്രതിഭാസത്തെ വിശദീകരിക്കാൻ നമ്മൾ ഉപയോഗിച്ച ക്ലാസിക്കൽ മോഡൽ അതിൻ്റെ പരിധിയുടെ അറ്റത്തെത്തിയെന്ന ശക്തമായ സൂചനയായിരിക്കും അത്. അതുകൊണ്ട് തന്നെ രണ്ട് ബ്ലാക്ക് ഹോളുകൾ കൂട്ടിയിടിക്കുമ്പോൾ ഉള്ളിലിരിക്കുന്ന രണ്ട് അതിസൂക്ഷ്മമായ സിംഗുലാരിറ്റി പോയിന്റ്സ് തമ്മിൽ ഇടിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത്തരമൊരു കൊളീഷൻ വിശദീകരിക്കാൻ ആവശ്യമായ ക്ലാസിക്കൽ സ്പേസ് ടൈം ഡിസ്ക്രിപ്ഷൻ തന്നെ അവിടെ കംപ്ലീറ്റ് അല്ല. ഇനി അവിടെ യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയണമെങ്കിൽ ജനറൽ റിലേറ്റിവിറ്റിയേക്കാൾ കംപ്ലീറ്റ് ആയൊരു തിയറി ആവശ്യമാണ്. ഒരു പക്ഷേ ആ മാറ്റർ ക്വാണ്ടം ഗ്രാവിറ്റിയുടെ നിയമങ്ങൾ അനുസരിക്കുന്ന തികച്ചും പുതിയൊരവസ്ഥയിലേക്ക് മാറിയേക്കാം. അല്ലെങ്കിൽ ആ സിംഗുലാരിറ്റിക്ക് പകരം കൃത്യമായ വലിപ്പമുള്ള മറ്റൊരു ഘടന അവിടെ രൂപപ്പെട്ടേക്കാം. അതുമല്ലെങ്കിൽ നമുക്കിപ്പോഴും അറിയാത്ത മറ്റൊരു ഡിസ്ക്രിപ്ഷൻ ആവശ്യമായേക്കാം. എന്നാൽ ഇതുവരെ യാതൊന്നും ശാസ്ത്രീയമായി ഉറപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ പിന്നെ ആ നക്ഷത്രത്തിലെ മാറ്റർ എവിടേക്ക് പോയി? ആ നക്ഷത്രത്തിൻ്റെ മാസ് എനർജി പൂർണ്ണമായും ഇല്ലാതാകുന്നില്ല. പക്ഷേ അത് ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ ഏത് ഫിസിക്കൽ സ്റ്റേറ്റിലാണ് നിലനിൽക്കുന്നതെന്ന് നമുക്കറിയില്ല. ആ നക്ഷത്രം കൊണ്ടുവന്ന മാസ് എനർജിയും ആംഗുലർ മൊമെൻറ്റവും ഇപ്പോഴും ബ്ലാക്ക് ഹോളിൻ്റെ പ്രോപ്പർട്ടീസ് നിർണ്ണയിക്കുന്നുണ്ട്. കൂടുതൽ എന്തെങ്കിലും അതിലേക്ക് വീണാൽ അതിൻ്റെ മാസ് ഇനിയും കൂടും. പക്ഷേ ബ്ലാക്ക് ഹോൾ സെറ്റിൽ ചെയ്ത ശേഷം പുറം ലോകത്തിന് ആ നക്ഷത്രത്തിൻ്റെ പഴയ ഘടനയോ കെമിക്കൽ കോമ്പോസിഷനോ തിരിച്ചറിയാൻ കഴിയില്ല. ക്ലാസിക്കൽ ജനറൽ റിലേറ്റിവിറ്റിയിൽ സെറ്റിൽ ചെയ്ത ഒരു ആസ്ട്രോഫിസിക്കൽ ബ്ലാക്ക് ഹോളിൻ്റെ പുറത്തുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡ് പ്രധാനമായും അതിൻ്റെ മാസും സ്പിന്നും കൊണ്ടാണ് നിർണ്ണയിക്കപ്പെടുന്നത്. ഇലക്ട്രിക് ചാർജ് തിയറിയിൽ ഉണ്ടാകാമെങ്കിലും യഥാർത്ഥ ആസ്ട്രോഫിസിക്കൽ ബ്ലാക്ക് ഹോളുകളിൽ അത് സാധാരണയായി വളരെ ചെറുതായിരിക്കുമെന്ന് കരുതുന്നു. ഇതാണ് ബ്ലാക്ക് ഹോൾ യൂണീക്ക്നെസ് പറയുന്ന പ്രധാന കാര്യം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് വെറുതെ ഞെരുക്കി വെച്ചിരിക്കുന്ന മാറ്റർ അല്ല. മാറ്റർ കാരണമാണ് അതുണ്ടായത്. ആ നക്ഷത്രത്തിൻ്റെ മാസ് എനർജി ഇപ്പോഴും സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ പഴയ നക്ഷത്രം ഒരു തിരിച്ചറിയാവുന്ന ഫിസിക്കൽ ബോഡിയായി ഉള്ളിൽ തുടരുന്നു എന്ന് എസ്റ്റാബ്ലിഷ്ഡ് ഫിസിക്സ് പറയുന്നില്ല. ഇവിടെ നമ്മൾ സാധാരണയായി ചിന്തിക്കുന്ന രണ്ട് കാര്യങ്ങളും പരാജയപ്പെടുകയാണ്. നമ്മൾ കണ്ട ആ കറുത്ത അതിർത്തിയായ ഇവൻ ഹൊറൈസോൺ ഒരു ഫിസിക്കൽ സർഫസ് അല്ല. അതുപോലെ ഉള്ളിലെ സിംഗുലാരിറ്റി ഒരു ഫിസിക്കൽ ബോളാണെന്ന് നമുക്കറിയില്ല. ആ പഴയ നക്ഷത്രത്തിൻ്റെ മാസ് എനർജി ഇല്ലാതായിട്ടില്ല. പക്ഷേ അത് ഏത് അവസ്ഥയിലാണെന്ന് ക്ലാസിക്കൽ ഫിസിക്സിന് വിശദീകരിക്കാൻ കഴിയുന്നില്ല. എന്നാലും ഈ ബ്ലാക്ക് ഹോൾ ഒരു വലിയ വസ്തുവിനെ പോലെ തന്നെ പെരുമാറുന്നുണ്ട്. അത് പ്രകാശത്തെ വളയ്ക്കുന്നുണ്ട്, നക്ഷത്രങ്ങളുടെ ഓർബിറ്റ് മാറ്റുന്നുണ്ട്. ചില ബ്ലാക്ക് ഹോളുകൾക്ക് സൂര്യനേക്കാൾ കോടിക്കണക്കിന് മടങ്ങ് മാസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ തിരിച്ചറിയാവുന്ന ഒരു മെറ്റീരിയൽ ബോഡി ഇല്ലാത്ത ഈ ബ്ലാക്ക് ഹോളിൻ്റെ മാസ് യഥാർത്ഥത്തിൽ എവിടെയാണ്? സാധാരണഗതിയിൽ ഒരു മാസിനെ പദാർത്ഥങ്ങളുമായിട്ടാണ് ബന്ധിപ്പിക്കാറുള്ളത്. ഒരു കല്ലിന് മാസ് ഉണ്ടാകാൻ കാരണം അതിലെ ആറ്റംസ് ആണ്. ഒരു ഗ്രഹത്തിന് മാസ് ഉണ്ടാകുന്നത് അതിലെ പാറകളും വാതകങ്ങളും ഒക്കെ കാരണമാണ്. ഇനി ഒരു നക്ഷത്രം എടുത്താൽ അതിൻ്റെ മാസ് പ്രധാനമായും അതിലുള്ള പ്ലാസ്മയുടെ മാസ് എനർജിയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ മാസുള്ള ഏതൊരു വസ്തുവിലും ഇതുപോലെ എന്തെങ്കിലും ഭൗതികമായ പദാർത്ഥങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ സ്വാഭാവികമായും ചിന്തിക്കും.
എന്നാൽ ആധുനിക ഭൗതികശാസ്ത്രം ഇതിനെ കുറച്ചുകൂടി വിശാലമായാണ് കാണുന്നത്. പദാർത്ഥങ്ങൾക്ക് എനർജി ഉണ്ട് എന്നത് ശരി തന്നെ. എന്നാൽ എനർജി നിലനിൽക്കുന്നത് പദാർത്ഥങ്ങളുടെ രൂപത്തിൽ മാത്രമല്ല. പ്രകാശത്തിന് എനർജിയുണ്ട്, ചലനത്തിന് കൈനറ്റിക് എനർജിയുണ്ട്, ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് പോലുള്ള ഫീൽഡ്സിലും എനർജി നിലനിൽക്കാം. സത്യത്തിൽ മാസും എനർജിയും തമ്മിൽ വളരെ അടുത്ത ബന്ധമുള്ളതുകൊണ്ട് ഈ എനർജികൾക്കൊക്കെ ഒരു സിസ്റ്റത്തിൻ്റെ മൊത്തം മാസിനെ സ്വാധീനിക്കാൻ കഴിയും. ഇതിനൊരു ലളിതമായ ഉദാഹരണം പറയാം. പ്രകാശം നിറച്ചിരിക്കുന്ന പൂർണ്ണമായും അടഞ്ഞ ഒരു പെട്ടി സങ്കല്പിക്കുക. ഉള്ളിലുള്ള ഫോട്ടോൺസിന് റെസ്റ്റ് മാസ് ഇല്ല, പക്ഷേ അവയ്ക്ക് എനർജിയുണ്ട്. അതുകൊണ്ട് വെറും ശൂന്യമായൊരു പെട്ടിയേക്കാൾ അല്പം കൂടുതൽ മാസ് ആ പ്രകാശം നിറച്ച പെട്ടിക്കുണ്ടാകാം. പെട്ടിയിലേക്ക് പുതിയ ആറ്റംസ് ഒന്നും വന്നിട്ടല്ല ഇങ്ങനെ സംഭവിക്കുന്നത്. ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന എനർജി മൊത്തം സിസ്റ്റത്തിൻ്റെ മാസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇതേ തത്വം തന്നെയാണ് ബ്ലാക്ക് ഹോളുകളുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. വെറും മാറ്ററിനെ ഒഴുകിക്കൊണ്ട് മാത്രമല്ല, പ്രകാശത്തെയും ഗ്രാവിറ്റേഷണൽ വേവ്സിനെയും അബ്സോർവ് ചെയ്ത് ബ്ലാക്ക് ഹോളുകൾക്ക് വളരാൻ കഴിയും. അവ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഇവൻ ഹൊറൈസോണിൻ്റെ വലിപ്പം കൂടുകയും ബ്ലാക്ക് ഹോളിൻ്റെ അളക്കാൻ കഴിയുന്ന മാസ് വർദ്ധിക്കുകയും ചെയ്യും. അതായത് ബ്ലാക്ക് ഹോളിൻ്റെ മാസ് ആദ്യം കൊളാപ്സ് ചെയ്ത മാറ്ററിൻ്റെ റെസ്റ്റ് മാസ് മാത്രമല്ലെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. എന്നാൽ അതിനർത്ഥം അവിടെ എനർജി ഒന്നുമില്ല എന്നല്ല. പദാർത്ഥങ്ങളൊക്കെ മാഞ്ഞു പോയിട്ട് സ്പേസ് ടൈമിൽ വെറുതെ അവശേഷിക്കുന്ന ഒരു കുഴിയല്ല ബ്ലാക്ക് ഹോൾ. ഉള്ളിലേക്ക് പോയ ആ എനർജി സിസ്റ്റത്തിൻ്റെ ഭാഗമായി തന്നെ തുടരുന്നു. പുതിയ എനർജി വരുമ്പോൾ ബ്ലാക്ക് ഹോൾ വളരും. ബ്ലാക്ക് ഹോൾ സിസ്റ്റത്തിൽ നിന്ന് എനർജി ഗ്രാവിറ്റേഷണൽ വേവ്സായോ മറ്റൊരു റേഡിയേഷൻസായോ പുറത്തേക്ക് പോകുമ്പോൾ അവശേഷിക്കുന്ന സിസ്റ്റത്തിൻ്റെ മാസ് കുറയും. പക്ഷേ ഇവിടെ വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. ജനറൽ റിലേറ്റിവിറ്റിയിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡും സിസ്റ്റത്തിൻ്റെ എനർജി അക്കൗണ്ടിങ്ങിൽ പങ്കാളിയാണ്. എന്നാൽ ആ ഗ്രാവിറ്റേഷണൽ എനർജി സ്പേസ് ടൈമിൻ്റെ ഓരോ പോയിന്റിലും എത്രയായി നിലനിൽക്കുന്നു എന്ന് എല്ലാവർക്കും ഒരേപോലെ അളക്കാവുന്ന ഒരു വാല്യൂ ജനറൽ റിലേറ്റിവിറ്റി നൽകുന്നില്ല. രണ്ട് ബ്ലാക്ക് ഹോളുകൾ പരസ്പരം ചുറ്റുമ്പോൾ, പ്രത്യേകിച്ച് അവ വളരെ അടുത്തെത്തിക്കഴിഞ്ഞാൽ, അവിടുത്തെ സ്പേസ് ടൈം വല്ലാതെ മാറിക്കൊണ്ടിരിക്കും. ആ സമയത്ത് ടോട്ടൽ എനർജിയെ ഒന്നാമത്തെ ബ്ലാക്ക് ഹോളിൻ്റെ മാസ്, രണ്ടാമത്തേതിൻ്റെ മാസ്, ഓർബിറ്റൽ എനർജി, ഷെയർഡ് ഗ്രാവിറ്റേഷണൽ എനർജി എന്നിങ്ങനെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരേ ഒരു രീതിയിൽ വേർതിരിച്ച് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഫിസിസിസ്റ്റ് മാസിനെ സാഹചര്യം അനുസരിച്ച് വ്യത്യസ്ത രീതിയിൽ അളക്കാറുണ്ട്. വളരെ ദൂരത്ത് നിന്ന് ടോട്ടൽ ഗ്രാവിറ്റേഷണൽ എഫക്റ്റ് ഉപയോഗിച്ച് സിസ്റ്റത്തിൻ്റെ മാസ് കണക്കാക്കാം. ഇവൻ ഹൊറൈസോണിനരികിൽ ഹൊറൈസോണിൻ്റെ ഏരിയയും സ്പിന്നും അടിസ്ഥാനമാക്കി ബ്ലാക്ക് ഹോളിൻ്റെ മാസ് എസ്റ്റിമേറ്റ് ചെയ്യാം. മാസ് ഒരു സ്ഥലത്ത് മാത്രം ഇരിക്കുന്ന പദാർത്ഥമല്ലാത്തതിനാലാണ് ഈ വ്യത്യസ്ത രീതികൾ ആവശ്യമായി വരുന്നത്. ഇതിനുള്ള ഏറ്റവും വലിയ തെളിവ് ലഭിക്കുന്നത് ബ്ലാക്ക് ഹോളുകളുടെ മെർജറിൽ നിന്ന് തന്നെയാണ്. 2015 സെപ്റ്റംബർ 14 ലിഗോ GW150914 എന്ന സിഗ്നൽ കണ്ടെത്തിയിരുന്നല്ലോ. ഏകദേശം 36 സോളാർ മാസ് ഉള്ള ഒരു ബ്ലാക്ക് ഹോളും 29 സോളാർ മാസ് ഉള്ള ഒരു ബ്ലാക്ക് ഹോളും തമ്മിലായിരുന്നു ആ മെർജർ. കമ്പോണൻറ്റ് വൈസ് മാസസ് കൂട്ടിയാൽ ഏകദേശം 65 സോളാർ മാസ് വരും. എന്നാൽ മെർജറിന് ശേഷം അവിടെ അവശേഷിച്ച ബ്ലാക്ക് ഹോളിന് ഏകദേശം 62 സോളാർ മാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി വന്ന ഏകദേശം 3 സോളാർ മാസ് എങ്ങോട്ടും മാഞ്ഞു പോയതല്ല. അത് എനർജിയായി മാറി ഗ്രാവിറ്റേഷണൽ വേവ്സിൻ്റെ രൂപത്തിൽ സ്പേസ് ടൈമിലൂടെ പുറത്തേക്ക് പോയി. ഒരു നിമിഷത്തിൻ്റെ ചെറിയൊരു ഭാഗത്ത് അതിൻ്റെ പീക്ക് ഗ്രാവിറ്റേഷണൽ വേവ് പവർ ഒബ്സർവബിൾ യൂണിവേഴ്സിലെ എല്ലാ നക്ഷത്രങ്ങളുടെയും മൊത്തം പ്രകാശശക്തിയേക്കാൾ കൂടുതലായിരുന്നു. 2 മെറ്റീരിയൽ ബോൾസ് കൂട്ടിയിടിക്കുന്നു എന്നൊരു മോഡൽ ആവശ്യമില്ലാതെ തന്നെ GW150914ൻ്റെ വേവ് ഫോം ജനറൽ റിലേറ്റിവിറ്റിയെ വിശദീകരിച്ചു. അതായത് മാസ് എനർജി ഒന്നുമില്ലാത്ത ഒരു പെർമനൻറ്റ് ഡെൻറ്റാണ് ബ്ലാക്ക് ഹോൾ എന്ന ആശയവും ഇതുമായി പൊരുത്തപ്പെടില്ല. കാരണം ഇവിടെ കൃത്യമായൊരു എനർജി ബഡ്ജറ്റ് നടക്കുന്നു. ഇനീഷ്യൽ മാസ് എനർജിയുടെ വലിയൊരു ഭാഗം റെമനൻറ്റ് ബ്ലാക്ക് ഹോളിൻ്റെ മാസ്സായി തുടരുന്നു. ഒരു ഭാഗം ഗ്രാവിറ്റേഷണൽ വേവ്സായി പുറത്തേക്ക് പോകുന്നു. അങ്ങനെയെങ്കിൽ മെർജറിന് ശേഷം ബാക്കി വന്ന മാസ് എവിടെയാണെന്ന് നമ്മൾ എങ്ങനെ അളക്കും? അത് സിസ്റ്റം പുറത്തുണ്ടാക്കുന്ന എഫക്റ്റിലൂടെയാണ് നമ്മൾ അറിയുന്നത്. പ്രകാശത്തെ എത്രത്തോളം വളയ്ക്കുന്നു, ചുറ്റുമുള്ള സ്റ്റാർസിൻ്റെ ഓർബിറ്റ് എങ്ങനെ മാറുന്നു, ഗ്രാവിറ്റേഷണൽ വേവ് ഫോം എങ്ങനെയുണ്ട്, ഹൊറൈസോൺ സ്കെയിൽ എത്രയാണ്, ഇവയെല്ലാം ഉപയോഗിച്ച് മാസ് ഇൻഫർ ചെയ്യാം. മാത്രമല്ല മെർജറിന് ശേഷം പുതിയ ബ്ലാക്ക് ഹോൾ സെറ്റിൽ ചെയ്യുമ്പോൾ പുറത്തു വന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഫ്രീക്വൻസീസ് നിർണ്ണയിക്കുന്നതിലും മാസ് പ്രധാനമാണ്. നമ്മൾ നേരത്തെ കണ്ട ഷ്വാർസ്ചീൽഡ് കെർവ് സൊല്യൂഷൻസ് ബ്ലാക്ക് ഹോളിൻ്റെ എക്സ്റ്റീരിയർ വാക്വം ആയിരിക്കാമെന്ന് പറയുന്നു. എങ്കിലും ബ്ലാക്ക് ഹോളിൻ്റെ മാസ് പുറത്തുള്ള സ്പേസ് ടൈം ജിയോമെട്രിയുടെ സ്വഭാവത്തിലാണ് പ്രകടമാകുന്നത്. അതിനർത്ഥം വാക്വം ജിയോമെട്രി എനർജി ഉണ്ടാക്കുന്നു എന്നല്ല, പുറത്തെ ഒബ്ജക്റ്റിൻ്റെ മോഷനിലും ലൈറ്റ് ബെൻഡിങ്ങിലും ടൈം ഡൈലേഷനിലുമാണ് ആ മാസിൻ്റെ എഫക്റ്റ് കാണുന്നത്. ബ്ലാക്ക് ഹോളിൻ്റെ മുഴുവൻ മാസ് ഇതാ ഈ ചെറിയ ഭാഗത്തിനുള്ളിലാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ജനറൽ റിലേറ്റിവിറ്റി ഒരു സിംഗിൾ ലൊക്കേഷൻ നൽകുന്നില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ മാസ് മാഞ്ഞു പോയിട്ടില്ല. അതുപോലെ ഉള്ളിലിരിക്കുന്ന ഒരു പ്രത്യേക ഗോളവുമല്ല. ബ്ലാക്ക് ഹോളിൻ്റെ മാസ് ഒരു പോയിന്റിലോ സർഫസിലോ മാത്രം ഇരിക്കുന്ന ഒന്നല്ല, മുഴുവൻ ബ്ലാക്ക് ഹോൾ സിസ്റ്റത്തിനെ വിവരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്.
ഇത്രയും വലിയൊരു ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് ഒരു മെറ്റൽ ഷീറ്റിൽ വീണ ഒരു കുഴിവ് പോലെ അവിടെ തന്നെ നിൽക്കുന്ന ഒന്നല്ല. അതൊരു നക്ഷത്രത്തെ ചുറ്റാം, അതിന് വേഗത കൂടാം. ഇനി രണ്ട് ബ്ലാക്ക് ഹോളുകൾ തമ്മിലുള്ള മെർജറിന് ശേഷം അത് വളരെ വേഗത്തിൽ തെറിച്ചു പോവുകയും ചെയ്യാം. തിരിച്ചറിയാവുന്ന ഒരു മെറ്റീരിയൽ ബോഡി അല്ലെങ്കിൽ പിന്നെ എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സഞ്ചരിക്കുന്നത്? പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റബ്ബർ ഷീറ്റിൻ്റെ ഉദാഹരണമുണ്ട്. വലിച്ചു കെട്ടിയ ഒരു റബ്ബർ ഷീറ്റിലേക്ക് ഭാരമുള്ള രണ്ട് ഇരുമ്പ് ഗോളങ്ങൾ ഇട്ടാൽ അവിടെ രണ്ട് കുഴിവുകൾ ഉണ്ടാകുമല്ലോ. ഗോളങ്ങൾ നീങ്ങുമ്പോൾ ആ കുഴിവുകളും കൂടെ നീങ്ങും. അവസാനം അവ രണ്ടും കൂട്ടിയിടിച്ച് വലിയൊരു കുഴിവായി മാറും. കേൾക്കാൻ വളരെ എളുപ്പമാണെങ്കിലും ബ്ലാക്ക് ഹോൾ മെർജർ വിശദീകരിക്കാൻ ഈ ഉദാഹരണം വളരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. കാരണം സ്പേസ് ടൈം എന്ന് പറയുന്നത് ഇതുപോലെ പുറമേ നിന്ന് നോക്കിക്കാണാൻ കഴിയുന്ന ഒരു ഷീറ്റല്ല. അതുപോലെ ബ്ലാക്ക് ഹോൾസ് അതിലേക്ക് അമർന്നിരിക്കുന്ന ഇരുമ്പ് ഗോളങ്ങളുമല്ല. സത്യത്തിൽ ഒരു ഫിക്സഡ് ബാക്ക്ഗ്രൗണ്ടിലൂടെ സഞ്ചരിക്കുന്ന രണ്ട് ഇരുമ്പ് ഗോളങ്ങൾ പോലെയല്ല ഇവയെ കാണേണ്ടത്. പകരം തുടക്കത്തിൽ രണ്ട് വ്യത്യസ്ത ഹൊറൈസോൺസ് ഉള്ള ഒറ്റ സ്പേസ് ടൈം ആയിട്ടാണ് ഈ സിസ്റ്റത്തിനെ കണക്കാക്കേണ്ടത്. പിന്നീട് സമയം കഴിയുന്തോറും ഈ സ്പേസ് ടൈം ജിയോമെട്രി മാറിക്കൊണ്ടിരിക്കുകയും അവ രണ്ടിനെയും ചുറ്റി ഒരു കോമൺ ഹൊറൈസോൺ രൂപപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ബ്ലാക്ക് ഹോൾസിൻ്റെ മോഷനും ചുറ്റുമുള്ള സ്പേസ് ടൈം ജിയോമെട്രിയുടെ മാറ്റവും രണ്ടായി പൂർണ്ണമായി വേർതിരിക്കാവുന്ന കാര്യങ്ങളല്ല. രണ്ടും ഡൈനാമിക്കൽ സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങളാണ്. ഗവേഷകർ കണക്കുകൂട്ടാൻ ഉപയോഗിക്കുന്ന കോർഡിനേറ്റ്സ് അനുസരിച്ച് കമ്പ്യൂട്ടർ സിമുലേഷൻസിൽ അവയുടെ പാത്സ് വ്യത്യസ്തമായി കാണാം. ചിലപ്പോൾ ഒരു ബ്ലാക്ക് ഹോളിനെ ഏകദേശം ഒരിടത്ത് നിർത്തി മറ്റേത് ചുറ്റുന്നത് പോലെയും ചിലപ്പോൾ രണ്ടും ഒരേ കോമൺ പോയിന്റിനെ ചുറ്റുന്നത് പോലെയും വരച്ചെടുക്കാം. ഇത് കേൾക്കുമ്പോൾ ഈ മോഷൻ വെറും ഒരു തോന്നലാണോ എന്ന സംശയം വരാം. എന്നാൽ കോർഡിനേറ്റ്സ് എങ്ങനെ തിരഞ്ഞെടുക്കുന്നു എന്നതിനെ ആശ്രയിക്കാതെ അവയുടെ ഓർബിറ്റൽ ഡിസ്റ്റൻസ് കുറയും തോറും അവ കൂടുതൽ വേഗത്തിൽ ചുറ്റുന്നതും ഗ്രാവിറ്റേഷണൽ വേവ്സ് പുറത്തു വരുന്നതുമെല്ലാം യഥാർത്ഥ ഫിസിക്കൽ ചേഞ്ചസ് തന്നെയാണ്. ഇനി എങ്ങനെയാണ് അവ പരസ്പരം അടുത്തേക്ക് വരുന്നതെന്ന് നോക്കാം. അകലെയായിരിക്കുമ്പോൾ അവ പരസ്പരം ചുറ്റും. ഇങ്ങനെ ചുറ്റുമ്പോൾ സിസ്റ്റത്തിൽ നിന്ന് തുടർച്ചയായ ഗ്രാവിറ്റേഷണൽ വേവ്സ് പുറത്തേക്ക് വരും. ഈ വേവ്സ് സിസ്റ്റത്തിൻ്റെ എനർജിയും ആംഗുലർ മൊമെൻറ്റവും പുറത്തേക്ക് കൊണ്ടുപോകുന്നു. സിസ്റ്റം ഓർബിറ്റൽ എനർജിയും ആംഗുലർ മൊമെൻറ്റവും നഷ്ടപ്പെടുമ്പോൾ അവരുടെ ഓർബിറ്റ് ചെറുതാകുന്നു. അതുകൊണ്ടാണ് അവ കൂടുതൽ അടുത്തേക്ക് വരികയും കൂടുതൽ വേഗത്തിൽ ചുറ്റാൻ തുടങ്ങുകയും ചെയ്യുന്നത്. അല്ലാതെ അവ വെറുതെ തനിയെ തമ്മിലേക്ക് വീഴുന്നതല്ല. ഓർബിറ്റ് ചെറുതാകുന്നതിനുള്ള യഥാർത്ഥ കാരണം ഈ എനർജി ലോസ് ആണ്. ഓർബിറ്റ് വേഗത്തിലാകുമ്പോൾ ഗ്രാവിറ്റേഷണൽ വേവ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയും സാധാരണ ആംപ്ലിറ്റ്യൂഡും കൂടും. ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ പാറ്റേണിനെയാണ് ഗവേഷകർ ചിർപ്പ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ അവ പരസ്പരം അടുക്കും തോറും അവിടുത്തെ സ്പേസ് ടൈം വളരെ തീവ്രമായി മാറും. രണ്ട് വേറിട്ട ഗ്രാവിറ്റേഷണൽ ഫീൽഡ്സ് കൂടിക്കലരുന്നു എന്നതല്ല അവിടെ സംഭവിക്കുന്നത്. പകരം അവ രണ്ടും ഉൾപ്പെട്ട ഷെയർഡ് സ്പേസ് ടൈം ജിയോമെട്രി അതിവേഗം മാറുകയും ഐൻസ്റ്റൈൻ്റെ ഇക്വേഷനിലെ നോൺ ലീനിയർ ബിഹേവിയർ പൂർണ്ണമായി പ്രാധാന്യമാവുകയും ചെയ്യും. ഈ അവസ്ഥയിൽ അവസാന മെർജർ എങ്ങനെയായിരിക്കുമെന്ന് കണക്കുകൂട്ടുക എന്നത് പതിറ്റാണ്ടുകളോളം ഫിസിക്സിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളിൽ ഒന്നായിരുന്നു. എന്നാൽ 2025 സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ച് അവസാന ഓർബിറ്റ് മുതൽ മെർജർ വരെ സ്ഥിരമായി സിമുലേറ്റ് ചെയ്യാൻ ഗവേഷകർക്ക് കഴിഞ്ഞു. ഇന്ന് ലീഗോ പോലുള്ള ഡിറ്റക്ടേഴ്സിന് സിഗ്നൽസ് ലഭിക്കുമ്പോൾ അവ കൃത്യമായി തിരിച്ചറിയാൻ സഹായിക്കുന്നത് ഈ ന്യൂമറിക്കൽ റിലേറ്റിവിറ്റി ബ്രേക്ക് ത്രൂ ആണ്. പക്ഷേ സിമുലേഷൻസിൽ പോലും ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. ഈവൻ ഹൊറൈസോൺ എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ പ്രകാശത്തിന് എന്ത് സംഭവിക്കും എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണല്ലോ. അതുകൊണ്ട് സിമുലേഷൻ നടക്കുന്നതിനിടെ ആ നിമിഷത്തിലെ വിവരങ്ങൾ മാത്രം ഉപയോഗിച്ച് ഈവൻ ഹൊറൈസോൺ എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്താൻ കഴിയില്ല. അതിന് സിസ്റ്റത്തിൻ്റെ മുഴുവൻ ഫ്യൂച്ചർ എവല്യൂഷൻ അറിയേണ്ടി വരും. അതുകൊണ്ട് സിമുലേഷൻസിൽ അപ്പാരൻറ്റ് ഹൊറൈസോൺ എന്നൊരു പ്രാക്ടിക്കൽ ബൗണ്ടറി ട്രാക്ക് ചെയ്യുന്നു. ഒരു പ്രത്യേക നിമിഷത്തിൽ പുറത്തേക്ക് പോകുന്ന പ്രകാശത്തിന് പോലും ഇനി പരന്നു പോകാൻ കഴിയാത്ത ഏറ്റവും പുറത്തെ ബൗണ്ടറിയാണ് അപ്പാരൻറ്റ് ഹൊറൈസോൺ. എന്നാൽ ഈ അപ്പാരൻറ്റ് ഹൊറൈസോണിൻ്റെ കൃത്യമായ രൂപവും സ്ഥാനവും കമ്പ്യൂട്ടർ കാൽക്കുലേഷൻസിൽ സമയം എങ്ങനെ വിഭജിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് സിമുലേഷൻസിൽ കാണുന്ന ഇത്തരം ബൗണ്ടറീസ് ഒരു യഥാർത്ഥ മെറ്റീരിയൽ സർഫസായി കണക്കാക്കാൻ പാടില്ല. ഇവിടെ വച്ചാണ് നമ്മൾ ഇതുവരെ കരുതിയിരുന്ന മെർജറിൻ്റെ ചിത്രം പൂർണ്ണമായും മാറുന്നത്. രണ്ട് വെള്ളത്തുള്ളികൾ പരസ്പരം മുട്ടി ഒന്നാകുന്നത് പോലെയല്ല ബ്ലാക്ക് ഹോൾസ് മെർജ് ചെയ്യുന്നത്. രണ്ട് പഴയ ഹൊറൈസോൺസ് മെറ്റീരിയൽ സർഫസ് പോലെ തമ്മിലിടിക്കുന്നതിന് മുൻപ് തന്നെ അവ രണ്ടിനെയും ചുറ്റി ഒരു വലിയ കോമൺ അപ്പാരൻറ്റ് ഹൊറൈസോൺ രൂപപ്പെടും. കോമൺ ഹൊറൈസോൺ രൂപപ്പെട്ടതിന് ശേഷവും സിമുലേഷൻസിൽ പഴയ രണ്ട് ഇൻഡിവിജ്വൽ ഹൊറൈസോൺസ് കുറച്ച് സമയം അതിൻ്റെ ഉള്ളിൽ കാണപ്പെടാം. കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാമെങ്കിലും രണ്ട് ഫിസിക്കൽ സർഫസസ് തമ്മിൽ കൂട്ടിയിടിക്കുന്നതിനേക്കാൾ വളരെ സങ്കീർണമായൊരു ജിയോമെട്രിക്കൽ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ ഒരു കോമൺ ഹൊറൈസോണിൻ്റെ ഉള്ളിൽ സിസ്റ്റം ഒന്നായി മാറുമ്പോൾ അതിൻ്റെ എനർജിയും ആംഗുലർ മൊമെൻറ്റവും പുതിയ ബ്ലാക്ക് ഹോളിൻ്റെ ജിയോമെട്രിയിൽ സെറ്റിൽ ചെയ്യാൻ തുടങ്ങും. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം നിലനിൽക്കണം.
അതുകൊണ്ട് മെർജർ സമയത്ത് ഗ്രാവിറ്റേഷണൽ വേവ്സ് എല്ലാ ദിശകളിലേക്കും ഒരേപോലെ പുറത്തു പോകാതെ ഒരു ദിശയിലേക്ക് അല്പം കൂടുതലായ എനർജിയും മൊമെൻറ്റവും കൊണ്ടുപോയാൽ പുതിയ ബ്ലാക്ക് ഹോളിന് എതിർദിശയിലേക്ക് ഒരു തള്ള ലഭിക്കും. ഗ്രാവിറ്റേഷണൽ കിക്ക് എന്ന് പറയും. ചില സാഹചര്യങ്ങളിൽ പുതിയ ബ്ലാക്ക് ഹോൾ സെക്കൻഡിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ വേഗതയിൽ വരെ തെറിച്ചു പോയേക്കാം. അതുകൊണ്ട് ബ്ലാക്ക് ഹോൾ ഒരു ഫിക്സഡ് ഡെൻറ്റ് മാത്രമല്ലെന്ന് വ്യക്തമാകും. പുറത്തെ ലോകത്തെ അപേക്ഷിച്ച് അതിന് സഞ്ചരിക്കാനും വേഗത മാറ്റാനും കഴിയും. പക്ഷേ കോമൺ ഹൊറൈസോൺ രൂപപ്പെടുന്നതോടെ എല്ലാം അവസാനിക്കുന്നില്ല. മെർജറിന് ശേഷമുണ്ടാകുന്ന പുതിയ ബ്ലാക്ക് ഹോൾ ഉടനെ ശാന്തവും സ്ഥിരവുമായ രൂപത്തിലായിരിക്കില്ല. അവിടുത്തെ സ്പേസ് ടൈമും വല്ലാതെ ഡിസ്റ്റോർട്ട് ചെയ്ത് വളരെ അൺസ്റ്റേബിൾ ആയ ഒരു അവസ്ഥയിലായിരിക്കും. തീർച്ചയായും ഈ അധിക ഡിസ്റ്റോർഷന് അവിടെ തന്നെ നിലനിൽക്കാൻ കഴിയില്ല. പുതിയ ബ്ലാക്ക് ഹോൾ ശാന്തമാകുന്ന സമയത്ത് ഈ ഡിസ്റ്റോർഷൻ്റെ ഒരു ഭാഗം ഗ്രാവിറ്റേഷണൽ വേവ്സായി പുറത്തേക്ക് പോകുന്നു. മെർജർ കഴിഞ്ഞ ഉടനെ രൂപപ്പെടുന്ന പുതിയ ബ്ലാക്ക് ഹോൾ ശാന്തമായിരിക്കില്ല. അതിലെ ഡിസ്റ്റോർഷൻസ് എല്ലാം മങ്ങി സ്ഥിരതയുള്ള കെറ അവസ്ഥയിലേക്ക് അത് സെറ്റിൽ ചെയ്യണം. ആ അവസ്ഥയിലെത്തുമ്പോൾ ആദ്യമുണ്ടായിരുന്ന ആ 2 ബ്ലാക്ക് ഹോളുകളുടെ ചരിത്രം പുറത്തെ സ്പേസ് ടൈമിൽ പ്രത്യേകം തിരിച്ചറിയാൻ കഴിയില്ല. ഉദാഹരണത്തിന് അവയുടെ മാസ് വ്യത്യസ്തമായിരുന്നിരിക്കാം, അവയുടെ കറക്കം പല ദിശകളിലേക്കായിരുന്നിരിക്കാം, അവയുടെ ഭ്രമണപഥം പൂർണ്ണമായ വൃത്തത്തിലോ അല്ലെങ്കിൽ അല്പം വ്യത്യാസമുള്ള രൂപത്തിലോ ആയിരുന്നിരിക്കാം. എന്തിന്, ആ കൂട്ടിയിടി തന്നെ തീർത്തും അസന്തുലിതമായ ഒന്നായിരുന്നിരിക്കാം. എന്നാൽ ശാന്തമായ കെറ അവസ്ഥയിലേക്ക് മാറുമ്പോൾ ഈ പഴയ വിശദാംശങ്ങളൊന്നും പുറത്തുനിന്ന് പ്രത്യേകം തിരിച്ചറിയാൻ കഴിയില്ല. പുതിയ ബ്ലാക്ക് ഹോളിൻ്റെ മാസും സ്പിന്നും മാത്രമാണ് അതിൻ്റെ പുറത്തുള്ള സ്പേസ് ടൈമിനെ പ്രധാനമായി നിർണ്ണയിക്കുന്നത്. ഈ അധികമുള്ള രൂപമാറ്റങ്ങളൊക്കെ ഒഴിവാക്കി സിസ്റ്റം ശാന്തമാകുന്ന പ്രക്രിയയെ ശാസ്ത്രലോകം റിംഗ് ഡൗൺ എന്നാണ് വിളിക്കുന്നത്. ഈ പേര് കേൾക്കുമ്പോൾ ഒരു മണി മുഴങ്ങുന്നത് പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഖരവസ്തു വിറയ്ക്കുന്നത് പോലെയോ നമുക്ക് തോന്നാം. എന്നാൽ ഇവിടെ വിറയ്ക്കുന്നത് ഒരു ഫിസിക്കൽ ബോഡിയല്ല. മെർജർ കാരണം വളരെ ഡിസ്റ്റോർട്ടായ ആ ബ്ലാക്ക് ഹോളിൻ്റെ സ്പേസ് ടൈം ജോമെട്രി തന്നെയാണ് ക്രമേണ സെറ്റിൽ ചെയ്യുന്നത്. ഈ ഓസിലേഷൻസ് വെറുതെ തോന്നുന്ന രീതിയിൽ സംഭവിക്കുന്നവയല്ല. ജനറൽ റിലേറ്റിവിറ്റി കൃത്യമായി പ്രവചിക്കുന്ന ചില പ്രത്യേക തരം ഓസിലേഷൻസ് ആണ് അവിടെ ഉണ്ടാകുന്നത്. ഇവയെ ക്വാസി നോർമൽ മോഡ്സ് എന്നാണ് വിളിക്കുന്നത്. ഓരോ ക്വാസി നോർമൽ മോഡിനെയും പ്രധാനമായും 2 കാര്യങ്ങൾ ഉപയോഗിച്ചാണ് വിവരിക്കുന്നത്. ഒന്ന് അതിൻ്റെ ഫ്രീക്വൻസി, അതായത് എത്ര വേഗത്തിലാണ് ആ ഓസിലേഷൻ നടക്കുന്നത്. രണ്ടാമത്തേത് ഡാമ്പിംഗ് ടൈം, അതായത് എത്ര വേഗത്തിലാണത് മങ്ങിപ്പോകുന്നത്. സാധാരണയായി കൂടുതൽ മാസുള്ള വലിയൊരു ബ്ലാക്ക് ഹോൾ ആണെങ്കിൽ ഈ ഫ്രീക്വൻസീസ് കുറവായിരിക്കും. ഓസിലേഷൻസ് മങ്ങിപ്പോകാനുള്ള ടൈം സ്കെയിൽ കൂടുതലുമായിരിക്കും. ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിലെ നോർമൽ മോഡ്സ് പോലെ ഈ ഓസിലേഷൻസ് എക്കാലവും തുടരില്ല. ഡിസ്റ്റോർഷൻസിൻ്റെ എനർജിയുടെ ഒരു ഭാഗം ഗ്രാവിറ്റേഷണൽ വേവ്സായി പുറത്തേക്ക് പോകും, മറ്റൊരു ഭാഗം ഈവൻ ഹൊറൈസോണിലൂടെ ബ്ലാക്ക് ഹോൾ അബ്സോർബ് ചെയ്യും. ഇങ്ങനെ എനർജി നഷ്ടപ്പെടുന്നതിനാലാണ് ഓസിലേഷൻസ് വേഗത്തിൽ മങ്ങിപ്പോകുന്നത്. അതുകൊണ്ടാണ് ഇവയെ ക്വാസി നോർമൽ മോഡ്സ് എന്ന് വിളിക്കുന്നത്. ഒരു സിഗ്നലിലെ 3 ഘട്ടങ്ങൾ തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഇത് വലിയൊരു സഹായമാണ്. ആദ്യത്തെ ഘട്ടമായ ഇൻസ്പൈറലിൽ നിന്ന് ആ 2 ബ്ലാക്ക് ഹോളുകളുടെ മാസും സ്പിന്നും കണ്ടെത്താം. അവയും മെർജർ സമയത്ത് പുറത്തു പോകുന്ന എനർജിയും ആംഗുലർ മൊമെൻറ്റവും ഉപയോഗിച്ച് ലയനത്തിന് ശേഷമുണ്ടാകുന്ന പുതിയ ബ്ലാക്ക് ഹോളിൻ്റെ മാസും സ്പിന്നും എത്രയായിരിക്കണമെന്ന് ഗവേഷകർ പ്രവചിക്കും. അതിനുശേഷം റിംഗ് ഡൗൺ സമയത്ത് പുറത്തു വരുന്ന ഓസിലേഷൻ്റെ ഫ്രീക്വൻസീസ് അളന്നു നോക്കി ഈ പ്രവചനം ശരിയാണോ എന്ന് പരിശോധിക്കാം. ഒന്നിലധികം ഫ്രീക്വൻസീസ് അളക്കാൻ കഴിഞ്ഞാൽ അവയെല്ലാം മെഷർമെൻറ്റ് അൺസർട്ടനിറ്റിക്കുള്ളിൽ ഒരേ മാസും സ്പിന്നും സൂചിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കാം. അവയെല്ലാം ഒരേ ബ്ലാക്ക് ഹോളിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെങ്കിൽ സിഗ്നൽ കെർ ബ്ലാക്ക് ഹോൾ മോഡലുമായി പൊരുത്തപ്പെടുന്നു എന്ന് പറയാം. ഇതിനെയാണ് ബ്ലാക്ക് ഹോൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് വിളിക്കുന്നത്. ഇതിൽ വ്യക്തമായൊരു വ്യത്യാസം കണ്ടാൽ ആദ്യം നോയ്സ്, ഡിറ്റക്ടർ എഫക്ട്സ്, മോഡലിംഗ് എറേഴ്സ് എന്നിവ പരിശോധിക്കേണ്ടി വരും. അവ കൊണ്ടൊന്നും ആ വ്യത്യാസം വിശദീകരിക്കാനാകാത്ത പക്ഷം മാത്രമേ ബ്ലാക്ക് ഹോൾസിന് നമ്മൾ അറിയാത്ത മറ്റൊരു ഘടന ഉണ്ടാകുമോ അല്ലെങ്കിൽ ജനറൽ റിലേറ്റിവിറ്റിയിൽ നിന്നുള്ള ഡീവിയേഷൻ ആണോ എന്ന് ചിന്തിക്കാൻ കഴിയൂ. ഇതുവരെ ലഭിച്ച റിംഗ് ഡൗൺ മെഷർമെൻറ്റ്സ് ജനറൽ റിലേറ്റിവിറ്റിയുമായി പൊരുത്തപ്പെടുന്നവയാണ്. എങ്കിലും അത് കൃത്യമായി അളന്നെടുക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. കാരണം റിംഗ് ഡൗൺ സിഗ്നൽസ് വളരെ പെട്ടെന്ന് തന്നെ മങ്ങിപ്പോകും. പ്രധാനപ്പെട്ട ഒരു ഫ്രീക്വൻസി നമുക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ സ്പെക്ട്രോസ്കോപ്പി കൃത്യമാകാൻ ആവശ്യമായ ബാക്കിയുള്ള ഫ്രീക്വൻസീസ് അതിവേഗം നോയ്സിൽ ലയിച്ചു പോകും. മാത്രമല്ല അത് എപ്പോൾ അളക്കാൻ തുടങ്ങണം എന്നതും ഒരു പ്രശ്നമാണ്. അസ്ഥിരമായൊരവസ്ഥയിൽ നിന്ന് പെട്ടെന്നൊരു നിമിഷം കൃത്യമായ കെർ അവസ്ഥയിലേക്ക് ബ്ലാക്ക് ഹോൾ മാറുകയല്ല ചെയ്യുന്നത്. അവിടുത്തെ ഡിസ്റ്റോർഷൻ സാവധാനം മങ്ങി വരുന്ന തുടർച്ചയായൊരു പ്രക്രിയയാണത്. മെർജർ കഴിഞ്ഞ ഉടനെ അളക്കാൻ ശ്രമിച്ചാൽ സ്പേസ് ടൈം ഇപ്പോഴും വളരെയധികം ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അപ്പോൾ സിമ്പിൾ റിംഗ് ഡൗൺ മോഡൽ മാത്രം ആ സിഗ്നലിനെ കൃത്യമായി വിവരിക്കണമെന്നില്ല. ഇനി ബ്ലാക്ക് ഹോൾ കുറച്ചുകൂടി ശാന്തമാകാൻ കാത്തിരുന്നാൽ സിഗ്നൽ വളരെ ദുർബലമാവുകയും ചെയ്യും. ഇത്തരം പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും ഒരു മെർജറിൻ്റെ അവസാന ഘട്ടം പൂർണ്ണമാകുന്നത് ഈ റിംഗ് ഡൗണിലൂടെയാണ്.
അധിക ഡിസ്റ്റോർഷൻസിൻ്റെ ഒരു ഭാഗം ഗ്രാവിറ്റേഷണൽ വേവ്സ് ആയി പുറത്തേക്ക് പോവുകയും മറ്റൊരു ഭാഗം ബ്ലാക്ക് ഹോൾ അബ്സോർബ് ചെയ്യുകയും ചെയ്താണ് അത് സ്റ്റേബിൾ കെർ സ്റ്റേറ്റിലേക്ക് സെറ്റിൽ ചെയ്യുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ന്യൂട്രോൺ സ്റ്റാർ ശാന്തമാകുന്നത് അതിലെ മാറ്ററും ഇൻറ്റേർണൽ ഫോഴ്സും പുനഃക്രമീകരിച്ചുകൊണ്ടാണെങ്കിൽ ഒരു ബ്ലാക്ക് ഹോൾ ശാന്തമാകുന്നത് അതിൻ്റെ ഡിസ്റ്റോർട്ടഡ് സ്പേസ് ടൈം ജിയോമെട്രിയെ പുതിയ കെർ കോൺഫിഗറേഷനിലേക്ക് മാറ്റിക്കൊണ്ടാണ്. ഇതോടെ പുറത്ത് നടക്കുന്ന ക്ലാസിക്കൽ പ്രോസസ്സ് അവസാനിക്കുകയാണ്. രണ്ട് ബ്ലാക്ക് ഹോളുകളെയും ചുറ്റി ഒരു കോമൺ ഹൊറൈസോൺ രൂപപ്പെട്ടു. അതിലെ ഡിസ്റ്റോർഷൻസ് ക്രമേണ മങ്ങി. അതൊരു സ്റ്റേബിൾ ബ്ലാക്ക് ഹോളായി മാറി. പക്ഷെ അവിടെ നമ്മുടെ അവസാനത്തെ വലിയ ചോദ്യം അവശേഷിക്കുകയാണ്. അവയുടെ ലയനവും ഭ്രമണപഥവുമൊക്കെ എത്ര കൃത്യമായിട്ടാണ് ഈ സിഗ്നൽ നമുക്ക് കാണിച്ചു തന്നത്? അങ്ങനെയെങ്കിൽ ഇവൻറ്റ് ഹൊറൈസോണിനുള്ളിലെ യഥാർത്ഥ ഫിസിക്കൽ സ്റ്റേറ്റിനെ കുറിച്ചുള്ള എന്തെങ്കിലും സൂചന ഈ സിഗ്നൽസിൽ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ? ബ്ലാക്ക് ഹോൾ മെർജറിൻ്റെ ഓരോ ഘട്ടവും ഗ്രാവിറ്റേഷണൽ വേവ്സ് വഴി വളരെ ദൂരെ നിന്ന് പോലും മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. ഭ്രമണപഥം ചെറുതാകുന്നതും അവസാനത്തെ അതിശക്തമായ മാറ്റങ്ങളും പിന്നീട് സിസ്റ്റം ശാന്തമാകുന്നതുമൊക്കെ ആ സിഗ്നൽസ് നമുക്ക് കാണിച്ചു തരും. എന്നാൽ ഈ സിഗ്നൽസിന് വളരെ കർശനമായൊരു പരിധിയുണ്ട്. ഈവൻ ഹൊറൈസോൺ എന്ന് പറയുന്നത് പ്രകാശത്തിന് മാത്രമല്ല, ഗ്രാവിറ്റേഷണൽ വേവ്സിനും പുറത്ത് കടക്കാൻ കഴിയാത്ത ഒരു അതിർത്തിയാണല്ലോ. ക്ലാസിക്കൽ ജനറൽ റിലേറ്റിവിറ്റി പ്രകാരം ഈ അതിർത്തിക്കുള്ളിൽ നിന്നുള്ള ഒരു സിഗ്നൽസിനും പിന്നീട് പുറത്തേക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ലീഗോ അളക്കുന്നത് ഉള്ളിലിരിക്കുന്ന രണ്ട് മെറ്റീരിയൽ ഒബ്ജക്ട്സ് കൂട്ടിയിടിക്കുന്ന ശബ്ദമല്ല, ഈവൻ ഹൊറൈസോണിന് പുറത്തുള്ള സ്പേസ് ടൈമിലൂടെ സഞ്ചരിച്ചെത്തുന്ന ഗ്രാവിറ്റേഷണൽ വേവ്സ് ആണ്. സത്യത്തിൽ രൂപപ്പെടുന്ന പുതിയ ബ്ലാക്ക് ഹോളിന് വളരെ അടുത്ത് വച്ചാണ് ഏറ്റവും ശക്തമായ വേവ്സ് ഉണ്ടാകുന്നത്. എന്നാൽ അവിടെ നിന്ന് ഭൂമിയിലേക്കുള്ള സിഗ്നൽസിൻ്റെ യാത്ര അത്ര ലളിതമല്ല. പുറത്തുള്ള കർവ്ഡ് സ്പേസ് ടൈം കാരണം ഈ വേവ്സിൻ്റെ ഒരു ഭാഗം ചിതറിപ്പോവുകയും വൈകുകയും ചെയ്യാം. അതേസമയം മെർജറിന് ശേഷം ഡിസ്റ്റോർട്ടായ ബ്ലാക്ക് ഹോൾ ഒരേ സമയം പല ക്വാസി നോർമൽ മോഡിലൂടെയും ഓസിലേറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ പിടിച്ചെടുക്കുന്ന റിംഗ് ഡൗൺ സിഗ്നൽ കൃത്യമായൊരു ഫ്രീക്വൻസി മാത്രമല്ലാതെ പലതരം ഓസിലേഷൻ്റെ മിശ്രിതമായി കാണപ്പെടുന്നത്. ഈ അടുത്ത് കണ്ടെത്തിയ GW250114 എന്ന അതിശക്തമായ സിഗ്നൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകി. സിഗ്നൽസിൽ നേരിട്ടെത്തുന്ന ഒരു വേവ് കമ്പോണൻറ്റും പുറത്തുള്ള കർവ്ഡ് സ്പേസ് ടൈം കാരണം ചിതറിപ്പോയ കമ്പോണൻറ്റും വേർതിരിച്ചറിയാൻ ഇതിലൂടെ ഗവേഷകർക്ക് കഴിഞ്ഞു. ഈ ഡയറക്റ്റ് കമ്പോണൻറ്റ് പുതിയ ബ്ലാക്ക് ഹോളിൻ്റെ ഈവൻ ഹൊറൈസോണിന് വളരെ അടുത്തുള്ള റീജിയണിൻ്റെ മോഷനെക്കുറിച്ചുള്ള ഇംപ്രിൻറ്റ് വഹിക്കുന്നതായി അനാലിസിസ് കാണിച്ചു. പലരും പറയുന്നത് ഇത് ഈവൻ ഹൊറൈസോണിനെക്കുറിച്ചുള്ള കൂടുതൽ നേരിട്ടുള്ള ഒരു കാഴ്ച നൽകുന്നു എന്നാണ്. എന്നാൽ ഈ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ടി വരും. അവിടെ ക്യാമറ വെച്ചാരും ആ അതിർത്തി കണ്ടിട്ടില്ല. അതുപോലെ ഈവൻ ഹൊറൈസോണിനുള്ളിൽ ഒരു സിഗ്നൽ പുറത്തേക്കും വന്നിട്ടില്ല. ഹൊറൈസോണിന് വളരെ അടുത്തുള്ള സ്പേസ് ടൈം ഡൈനാമിക് സിഗ്നൽസിൽ എത്ര നേരിട്ട് പതിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇവിടെ അളക്കുന്നത്. എങ്കിലും അതിലൂടെ ഹൊറൈസോണിൻ്റെ റൊട്ടേഷൻ റേറ്റും സർഫസ് ഗ്രാവിറ്റി എന്നറിയപ്പെടുന്ന മറ്റൊരു പ്രോപ്പർട്ടിയും എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിച്ചു. ഇവിടെ സർഫസ് ഗ്രാവിറ്റി എന്ന് കേൾക്കുമ്പോൾ അവിടെ ഒരു ഫിസിക്കൽ സർഫസ് ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത്. അതൊരു സോളിഡ് സർഫസിൻ്റെ ആകർഷണമല്ല. ഈവൻ ഹൊറൈസോണിന് സമീപമുള്ള സ്പേസ് ടൈം ജിയോമെട്രിയെ വിവരിക്കുന്ന ഒരളവാണത്. ക്ലാസിക്കൽ ഈവൻ ഹൊറൈസോൺ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ ഡിറ്റക്ടർ എത്ര സെൻസിറ്റീവ് ആയാലും അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള സിഗ്നൽ നേരിട്ട് ലഭിക്കില്ല. കൂടുതൽ കൃത്യതയുള്ള ഇൻസ്ട്രുമെൻറ്റിന് പുറത്തുള്ള മാറ്റങ്ങൾ കൂടുതൽ കൃത്യമായി അളക്കാം. എന്നാൽ ആ അതിർത്തിയുടെ കാഷ്വൽ നേച്ചർ മാറ്റാനോ ഉള്ളിൽ നിന്നുള്ള വിവരങ്ങൾ നേരിട്ട് പുറത്തു കൊണ്ടുവരാനോ അവയ്ക്ക് കഴിയില്ല. ക്ലാസിക്കൽ തിയറി പൂർണ്ണമായൊരു ഉത്തരം നൽകാത്ത ആ ഉള്ളിലെ അവസ്ഥയെക്കുറിച്ച് പല പുതിയ ആശയങ്ങളും നിലവിലുണ്ട്. ഒരുപക്ഷെ ക്ലാസിക്കൽ സിംഗുലാരിറ്റിയെ റീപ്ലേസ് ചെയ്യുന്ന ഒരു ക്വാണ്ടം സ്റ്റേറ്റ് അവിടെ ഉണ്ടാകാം. ചില മോഡൽസ് ഈവൻ ഹൊറൈസോണിന് വളരെ അടുത്ത് മെറ്റീരിയൽ സർഫസ് പോലുള്ള മറ്റൊരു ഘടനയും നിർദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ഇതുവരെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. ഈ ആശയങ്ങൾ ശരിയാണെങ്കിൽ പുറത്തുനിന്ന് പരിശോധിക്കാവുന്ന എന്തെങ്കിലും ഒബ്സർവബിൾ സിഗ്നേച്ചർ അവയ്ക്കുണ്ടാകണം. അവിടെ മെറ്റീരിയൽ സർഫസ് ഉണ്ടായിരുന്നെങ്കിൽ അതിലേക്ക് വീഴുന്ന മാറ്റർ ചൂടാകുന്നതിലൂടെ അധിക റേഡിയേഷൻ ഉണ്ടാകാമായിരുന്നു. അല്ലെങ്കിൽ മെർജറിന് മുൻപ് ടൈഡൽ ഡീഫോർമേഷൻ പോലുള്ള മാറ്റങ്ങൾ സിഗ്നൽസിൽ പതിഞ്ഞേക്കാം. മറ്റ് ചില മോഡൽ ലേറ്റ് ടൈം ഗ്രാവിറ്റേഷണൽ വേവ് എക്കോസ് പോലുള്ള സിഗ്നേച്ചേഴ്സ് പ്രവചിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെ കൺഫേംഡ് ഗ്രാവിറ്റേഷണൽ വേവ് എക്കോസോ മെറ്റീരിയൽ സർഫസിൻ്റെ വ്യക്തമായ സിഗ്നേച്ചേഴ്സോ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് നിലവിലുള്ള ഒബ്സർവേഷനെ ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത് ഇപ്പോഴും ജനറൽ റിലേറ്റിവിറ്റിയിലെ സാധാരണ ബ്ലാക്ക് ഹോൾ മോഡൽ തന്നെയാണ്. ഇത് ഫിസിക്സിൽ വളരെ വിചിത്രമായൊരു വിഭജനമുണ്ടാക്കുന്നു. പുറമേയുള്ള ലോകവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളെല്ലാം, അവയുടെ ഓർബിറ്റ്, മെർജർ, പുറത്തേക്ക് വരുന്ന വേവ്സ്, ഡിസ്റ്റോർട്ടായ പുതിയ ബ്ലാക്ക് ഹോൾ ശാന്തമാകുന്നത്, ഇതെല്ലാം ഇതുവരെ ജനറൽ റിലേറ്റിവിറ്റി അസാധാരണമായ കൃത്യതയോടെ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈവൻ ഹൊറൈസോണിനുള്ളിലെ അവസ്ഥയെക്കുറിച്ച് ഇത്രയും പൂർണ്ണമായൊരു ഡിസ്ക്രിപ്ഷൻ നമുക്കില്ല. ഇവിടെ ക്ലാസിക്കൽ ജനറൽ റിലേറ്റിവിറ്റിയുടെ ഡിസ്ക്രിപ്ഷൻ കംപ്ലീറ്റായി തുടരുന്നില്ല. അവിടെ ഒരു സോളിഡ് ഒബ്ജക്റ്റ് ഉണ്ടെന്നോ കൃത്യമായൊരു ക്വാണ്ടം സ്റ്റേറ്റ് ഉണ്ടെന്നോ ഉറപ്പിച്ച് പറയാനും കഴിയില്ല.
രണ്ട് മെറ്റീരിയൽ ബോൾസ് തമ്മിൽ കൂട്ടിയിടിക്കുന്ന ഒരു എസ്റ്റാബ്ലിഷ്ഡ് സയൻറ്റിഫിക് പിക്ചർ അവിടെ ഇല്ല. അപ്പോൾ രണ്ട് ബ്ലാക്ക് ഹോൾസ് കൂട്ടിയിടിക്കുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പുറമേ നിന്ന് നോക്കുമ്പോൾ രണ്ട് വ്യത്യസ്ത ഹൊറൈസോണുള്ള സ്പേസ് ടൈം മാറിക്കൊണ്ടിരിക്കുകയും അവ രണ്ടിനെയും ചുറ്റി ഒരു കോമൺ ഹൊറൈസോൺ രൂപപ്പെട്ട് പുതിയൊരു ബ്ലാക്ക് ഹോൾ ജിയോമെട്രിയിലേക്ക് സിസ്റ്റം സെറ്റിൽ ചെയ്യുകയും ചെയ്യുന്ന പ്രക്രിയയാണത്. പുറത്തു നിന്നുള്ള ഒബ്സർവേഷൻസ് ഉപയോഗിച്ച് ഏറ്റവും കൃത്യമായി വിവരിക്കാൻ കഴിയുന്നത് ഇതാണ്. കൊളാപ്സ് ചെയ്ത മാസ് എനർജി ഇല്ലാതായിട്ടില്ല, എന്നാൽ അതിൻ്റെ മൈക്രോസ്കോപ്പിക് ഫിസിക്കൽ സ്റ്റേറ്റ് എന്താണെന്ന് ഇപ്പോഴും നമുക്കറിയില്ല. നേരിട്ട് പുറത്തേക്ക് എത്തുന്ന ഏതൊരു ക്ലാസിക്കൽ സിഗ്നൽസിൻ്റെയും പരിധിക്ക് പുറത്താണ് ആ രഹസ്യം ഇപ്പോഴും നിലനിൽക്കുന്നത്. വളരെ ഡീപ്പായിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ താഴെ കമൻറ്റ് ചെയ്യുമല്ലോ അല്ലേ? ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ശാസ്ത്രത്തിൻ്റെ ഇത്തരം അന്വേഷണങ്ങളിൽ പങ്കുചേരാൻ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഇറ്റ്സ് ഇൻഫോ ടൈം സൈനിങ് ഓഫ്.